ഹലോ ഗൈസ്, അപ്പോൾ ജസ്റ്റിസ് സഹോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമുക്കിന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്യും എല്ലാം കൂടി ചേർത്തുള്ള ബീഫാട്ടോ. അപ്പോൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ വെക്കും. ഓക്കെ, അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അറ്റ്ലീസ്റ്റ് അത് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് ഇച്ചിരി വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, ലോ ഫ്ലെയിമിൽ 3 വിസിലായിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫൊക്കെ അവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള അൽക്കുലത്തെ പരിപാടികളൊക്കെ ചെയ്യാം. സോ നമ്മുടെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി തേങ്ങയും കൂടെ മസാലയിലൊന്ന് വറുത്ത് വെക്കും കേട്ടോ. അപ്പോൾ തേങ്ങ കൊത്തല്ല, തേങ്ങ തിരുവിയത് കൂടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ ജസ്റ്റ് ഇടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നെയ്യിൽ അത് നന്നായിട്ടിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാക്കി സാധനങ്ങൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, തക്കാളി. സോ ആദ്യം നമ്മൾ സവാള നന്നായിട്ട് ആഡ് ചെയ്യുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത്, ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാൻ മതി. കാരണം വെച്ചാൽ നമ്മൾ മസാലയിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപ്പ് ആഡ് ചെയ്താൽ ഭയങ്കര ഉപ്പായിപ്പോൾ. സോ നമ്മുടെ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അധികം മസാല ഒന്നും ചേർക്കുന്നില്ല. ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി നമ്മൾ നേരത്തെ ബീഫിനകത്ത് ചേർത്ത അതേ മസാലകൾ തന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കുക. ഒന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉടഞ്ഞ് നല്ലൊരു ടെക്സ്ചറിലോട്ട് ഈ സംഭവം വരും. അപ്പോൾ ഇതാണ്. പിന്നെ ഒന്ന് ഏകദേശം ഇതൊക്കെ ഒന്ന് മൂത്ത പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടും അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, സോ സ്റ്റോക്ക് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ മസാലയിലോട്ട് ചേർത്ത് ഇനി അതും ഇതുമായിട്ട് നല്ല മിക്സ് ചെയ്ത് എല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങും. ഇത് തമ്മിൽ മിക്സ് ആകും. അപ്പോൾ ബീഫിൽ ആ മസാലയുടെ ഈ സംഭവങ്ങൾ മൊത്തം പിടിക്കും. അപ്പോൾ ഇച്ചിരി മല്ലിയില, പുതിന ഇല ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഇച്ചിരി നമ്മൾ വറുത്ത സവോള നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇച്ചിരി തൈരും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. കണ്ട ആ മിക്സിങ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടോ. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 80% വേവാകുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഗാർണിഷിങ് പരിപാടി, നമ്മുടെ ഫ്രൈഡ് ഓണിയന്, പിന്നെ എന്തായിരുന്നു നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ ഇച്ചിരി സ്റ്റോക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്ത് മേളിൽ ഇച്ചിരി നമ്മുടെ ഗരം മസാലയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തൂക്കിയിട്ട് നമ്മളൊന്ന് വെക്കുക. അപ്പോൾ ബൈ ദാറ്റ് ടൈം അത് ദം ചെയ്ത് ഒരു 10 മിനിറ്റ് ദം ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാനോർത്ത് ഇച്ചിരി ചിക്കനും കൂടെ സൈഡിൽ വെച്ചേക്കാം പൊരിക്കാനായിട്ട്. അങ്ങനെ ചിക്കൻ നമ്മൾ നോർമൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇച്ചിരി കറിവേപ്പിലയിട്ട് നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുക. ഇതൊക്കെ ബിരിയാണീൻ്റെ സൈഡ് വയ്ക്കുമ്പോൾ കാണാൻ നല്ല രസമാണല്ലോ. ആ സമയത്ത് ഞാൻ ദമ്മ് പൊട്ടിച്ച് നല്ല സൂപ്പർ ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡ്, പപ്പടം. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ മെനു. സോ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.